ഞാനിപ്പോൾ ഉള്ളത് ആനേടിയിലാണ് കേട്ടോ. ആനേടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രം. ഇന്നിവിടെ ഗജമേളയാണ്. ഗജരാജൻ പുത്തൻകുളം മോഹനകൃഷ്ണൻ ധോണിയുടെ മടിത്തട്ടിൽ നിന്നും ആന കേരളത്തിന്റെ വിരിമാറിലേക്ക് കടന്നു വന്ന മറ്റൊരു ഗജവസന്തം. യുവരാജ പ്രജാപതി കീഴൂട്ട് വിശ്വനാഥന്റെ വരവ്. നരഹരിയുടെ കയ്യും പിടിച്ചിത വരികയാണൊരു കോന്നിക്കാരൻ. കന്നഡ നാടിന്റെ ചന്തവും മലയാള നാടിന്റെ മഹിമയും തന്നോട് ചേർത്ത പൂരങ്ങളായ പൂരങ്ങൾ അടക്കി ഭരിക്കുന്നവൻ. താരങ്ങൾ മാത്രം പാദം പതിപ്പിക്കുന്ന തിരുനക്കരയിൽ വേറിട്ട ശൈലി കൊണ്ട് ആരാധകരെ തന്നോട് ചേർന്നവൻ. പൂരം നയിക്കുന്ന ആറാട്ടുപുഴയിലും വേല നടക്കുന്ന പാലക്കാടും ആവോളം ആവോളം ആരാധകർ കാത്തിരിക്കുന്ന വിസ്മയം. ഉത്സവകാലത്തിന് സൂര്യൻ ഉദിച്ചാൽ ഉന്നത സ്ഥാനങ്ങൾ തേടിയെത്തുന്ന വനിത. തെക്കും വടക്കും മലയടിക്കുന്ന അഴകിന്റെ തിരുപ്പിറവീത കടന്നു വരികയാണവൻ. ചെമ്മനതുകര വിപിന്റെ കയ്യും പിടിച്ചുകൊണ്ട്, വൈക്കത്തുകാരൻ ചെമ്മനത്തുകര വിപിന്റെ കയ്യും പിടിച്ചുകൊണ്ട് കോന്നി വകയാർ ചൈത്രം അച്ചുവിന്റെ വരവ്. വരികയാണവൻ. പേരാതൃക്കാവ്, പൂതൃക്കാവ്, തെച്ചിക്കോട്ടുകാവ് ദേവസ്വങ്ങളിൽ മിന്നും താരമായി നിൽക്കുന്നവൻ. നിലവിന്റെ വില്ലെടുത്ത് പോരാടൂ മകനെ എന്നോതി ശ്രീരാമചന്ദ്ര പ്രഭു വളർത്തിയ രാജകുമാരൻ. പേടി വേണ്ടെന്നും പേടിച്ചു മടങ്ങരുതെന്നും പഠിപ്പിച്ചു വിട്ട തെച്ചിക്കോട്ട് കാവിലമ്മയുടെ ആരോപലുണ്ണി. മഴമേഘങ്ങളും മാറി നിന്ന് വഴിയൊരുക്കിയ കാർമേഘവർണ്ണൻ. സാക്ഷാൽ യുവരാജ പ്രജാപതി നവയുഗ ഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് ദേവിദാസന്റെ വരവ്. ഒരായിരം സ്വാഗതം, സുസ്വാഗതം. അഴകു കാണിച്ച് എഴുന്നള്ളി വരികയാണ് അവനും. പ്രിയൻ ആകാവിള വിഷ്ണുനാരായണൻ വരികയാണവനും. യുവവീരനാമം തന്നെ തേർവാഴ്ചയ്ക്ക് കാരണമാക്കുന്നവൻ. ദേവാസ് ആരോമൽ വരികയാണ്. ആരവങ്ങൾക്ക് നടുവിൽ ആഘോഷവുമായി നിറയുന്നവൻ. പേരുകേട്ട വേദികളിലേക്ക് പ്രൗഢിയോടെ കടന്നു വരുന്നവൻ. നടവച്ചു വന്നാൽ നേതൃനിരയിൽ നിവർന്നു നിൽക്കാൻ പോകുന്ന അഴകും ആഭിജാത്യവും തികഞ്ഞവൻ. ദേവാസ് ആരോമലും വരികയാണ്. കാലങ്ങൾ കഥ പറയുന്ന മരുന്നൂർ കുളങ്കരയുടെ ഗജസൈന്യാധിപനായി വരുന്നൊരു ഗണപതി ചന്തവും ആനയടി പൂരത്തിലേക്ക് അഴകായി വരികയാണ്. അഴകിന്റെ യാവനാടിയിൽ തന്നെ ഒളിയമ്പുമായി